ലോകമെമ്പാടും ക്രിസ്മസ് ലഹരിയിൽ അമരുമ്പോൾ ഒരു വമ്പൻ രാജ്യത്ത് മാത്രം ആഘോഷങ്ങൾ നിശബ്ദമാകുകയാണ്. പുൽക്കോടുകളോ നക്ഷത്ര വിളക്കുകളോ അവിടെ കാണാനില്ല. പൊതുസ്ഥലങ്ങളിൽ ഒത്തുചേരുന്നതിനും വിലക്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കർശനമായ നിയന്ത്രണങ്ങൾ മൂലം ചൈനയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇല്ലാതാവുകയാണ്. അതെ, നമ്മുടെ നാട്ടിൽ ഡിവൈഎഫ്ഐ സഖാക്കന്മാർ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവരുടെ ചങ്കിലെ ചൈനയിൽ അവരുടെ സ്വന്തം പാർട്ടി തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചൈനയിലെ ഷാങ്ഹായ് മുതൽ ബീജിംഗ് വരെയുള്ള പ്രധാന നഗരങ്ങളിൽ ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങൾ നാമമാത്രമായിരുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. മതപരമായ ഒത്തുചേരലുകൾക്കും അലങ്കാരങ്ങൾക്കും സർക്കാർ കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷാങ്ഹായിൽ തെരുവ് പരിപാടികളിൽ പങ്കെടുത്ത നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷോപ്പിംഗ് മാളുകളിൽ ക്രിസ്മസ് മരങ്ങൾ പോലും ക്രിസ്മസ് ട്രീകൾ പോലും വയ്ക്കാൻ അനുവാദമില്ലാത്ത ഒരവസ്ഥയാണ് ആ രാജ്യത്ത്. പലയിടങ്ങളിലും പള്ളികളിൽ നടത്താനിരുന്ന പ്രത്യേക ശുശ്രൂഷകൾ സർക്കാർ ഏജന്റുകൾ തടസ്സപ്പെടുത്തിയതായും പാസ്റ്റർമാരെ ഉദ്ധരിച്ചിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പള്ളികൾക്ക് മാത്രമേ അവിടെ പ്രവർത്തനാനുമതിയുള്ളൂ. എന്നാൽ ഇത്തവണ സർക്കാർ അംഗീകൃത പള്ളികളിൽ പോലും കടുത്ത നിയന്ത്രണങ്ങളാണ്. പള്ളികളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ചിത്രങ്ങൾ നീക്കം ചെയ്യാനും പകരം അവിടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചിത്രങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ നിർദ്ദേശമുണ്ട് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന്. പ്രസംഗങ്ങളിൽ മതപരമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കണമെന്നൊക്കെയാണ് ഭരണകൂടത്തിന്റെ നിലപാട്. ഷാൻഡോങ്, സിച്ചുവാൻ തുടങ്ങിയ പ്രവിശ്യകളിൽ പലരും രഹസ്യമായി വീടുകൾക്കുള്ളിലാണ് പ്രാർത്ഥനകൾ നടത്തിയത്. ചൈനീസ് സർക്കാർ ക്രിസ്തു മതത്തെ പൂർണ്ണമായും നിരോധിച്ചിട്ടില്ലെങ്കിലും സംഘടിത മതങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് അവർ കരുതുന്നത്. ചൈനയിലെ ജനസംഖ്യയുടെ ഒരു ശതമാനം മാത്രമാണ് ക്രിസ്ത്യാനികളെങ്കിലും വിദേശ സംസ്കാരത്തിന്റെ സ്വാധീനം കുറയ്ക്കുക എന്ന പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കങ്ങൾ. സ്വദേശികൾക്ക് മാത്രമല്ല അവിടെ താമസിക്കുന്ന വിദേശികൾക്കും ഈ നിയമങ്ങൾ ബാധകമാണ്. മതചിഹ്നങ്ങൾക്ക് പകരം രാഷ്ട്രീയ ചിഹ്നങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ചൈനയിലെ മതസ്വാതന്ത്ര്യം എത്രത്തോളം പരിമിതമാണെന്നതിന്റെ തെളിവാണ്. മതവിശ്വാസത്തെക്കാൾ ഉപരിയായി രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് പ്രാധാന്യം നൽകണമെന്ന CCP ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശാഠ്യമാണ് ചൈനയിലെ ക്രിസ്മസ് രാത്രികളെ ഇത്തവണ ഇരുട്ടിലാഴ്ത്തിയത്. ആഘോഷങ്ങൾ നിരോധിച്ചും വിശ്വാസങ്ങളെ തളച്ചിട്ടും ചൈന മുന്നോട്ട് പോകുമ്പോൾ ലോകം ഈ നീക്കങ്ങളെ അതീവ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഓരോ രാജ്യവും ഓരോ നിയമങ്ങൾ പടുത്തുയർത്തുമ്പോൾ ഇല്ലാതാകുന്നത് സാധാരണക്കാരുടെ സന്തോഷങ്ങളും വിശ്വാസങ്ങളുമാണ്. എന്തായാലും ഹിന്ദുത്വ ഫാസിസ്റ്റ് എന്നിവർ വിളിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഈ ഗതികേടൊന്നും ഇല്ലെന്ന് സഖാക്കൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 11 വർഷമായി ഭാരതത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലാ നിറപ്പകിട്ടുകളോടെയും തന്നെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. പള്ളികൾ അടച്ചിടാനോ യേശുക്രിസ്തുവിന്റെ പ്രതിമയ്ക്ക് പകരം ശ്രീരാമന്റെയോ ഗുരുജി ഗോൾവാൾക്കറിന്റെ പ്രതിമ വയ്ക്കാനോ ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.